പേജ് നമ്പർ 103-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. A rectangular board is to be cut along the diagonal and the piece rearranged to form an equilateral triangle as shown below. The sides of the rectangle must be 50 centimeters. What should be the length and breadth of the rectangle? ഒരു ചതുരപ്പലകയുടെ പലക വികരണത്തിലൂടെ മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാറ്റി അടുക്കി. ഇങ്ങനെ ഒരു ചതുരപ്പലകയെ വികരണത്തിലൂടെ കട്ട് ചെയ്തിട്ട് അതിനെ എന്താക്കി മാറ്റി? ഒരു ത്രികോണമാക്കി രൂപീകരിച്ചു. ത്രികോണത്തിന്റെ വശങ്ങൾ 50 സെന്റിമീറ്ററും ആകണം. ഇതിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആകണം. ചതുരത്തിന്റെ നീളവും വീതിയും എത്രയായിരിക്കണം? ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് ഈ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങൾ എത്രയായിരിക്കണം? 50 എന്നായിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഈ നീളമാണ് എത്ര എന്ന് വന്നിരിക്കുന്നത്? ഈ നീളമാണ് 50 എന്ന് വന്നിരിക്കുന്നത്. ഇനി നമ്മളൊരു ട്രയാങ്കിൾ മാത്രം കൺസ്ട്രക്ട് ചെയ്ത് ടീച്ചർ കാണിച്ചു തരാം. അപ്പോൾ ഈ നീളം 50 ആണ്. പിന്നെ ഒരു കാര്യം, സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും എത്രയാണ്? 60 വെച്ചിട്ടാ. അപ്പൊ ഇത് 60യുടെ ഹാഫ് ഇവിടെ എത്ര വരും? ഇവിടെ 30 വരും, ഇവിടെ 60 വരും, ഇവിടെ 90 വരും. അപ്പൊ ശരിക്കും ഇത് ഏത് റേഷ്യോയിൽ നമ്മൾ എഴുതണം? 30, 60, 90 എന്ന തരത്തിലുള്ള ട്രയാങ്കിൾ ആണ് ഇത്. 1:1x. ടീച്ചർ പറഞ്ഞു 1x, √3x, 2x എന്ന രീതിയിൽ എഴുതണം. 2xന്റെ സ്ഥാനത്താണ് ആൻസർ വന്നിരിക്കുന്നത്, 90യുടെ ഓപ്പോസിറ്റ്. സോ 2x = 50. സോ x = 50/2. അതായത് x = 50/2, അതായത് 25 എന്ന് വരും. അപ്പം ഈ നീളം, ഈ 1:, ഇവിടെ എന്ത് വരും? ഇവിടെ 25 വരും. ഇതെന്താണ്? 60യുടെ ഓപ്പോസിറ്റ് √3x ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 25√3 എന്ന് വരും. അപ്പോൾ ഈ ചതുരത്തിന്റെ നീളവും വീതിയും എത്രയാണ്? ഈ നീളം എന്ന് പറയുന്നത് 25√3-യും വീതി ഈ ഭാഗം നമുക്ക് കിട്ടിയ എത്രയാണ്? 25 ആണ്. ക്ലിയർ ആയല്ലോ? അതേ സെയിം മെത്തേഡിലുള്ള ചോദ്യം തന്നെയാണ് നാലാമത്തെ ചോദ്യം. 2 rectangles are cut along the diagonal and the triangles cut are to be joined to another rectangle to make a regular hexagon as shown below. 2 ചതുർഭുജങ്ങളാണ് നമ്മൾ മുറിച്ച് എങ്ങനെയാക്കിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു ഹെക്സഗൺ ആക്കി മാറ്റിയിരിക്കുന്നത്. If the sides of the hexagon are to be 30 centimeter, ഇതിന്റെ ഓരോ വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ വീതമാണെങ്കിൽ വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ്? നമ്മൾ കട്ട് ചെയ്തെടുത്ത റെക്ടാങ്കിളിന്റെ നീളവും വീതിയും എത്ര? 2 ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ച് ചതുരങ്ങളാക്കി മറ്റൊരു ചതുരത്തോട് ചേർത്ത് വെച്ച് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കണം. അപ്പോൾ സമഷഡ്ഭുജത്തിന്റെ വശങ്ങളുടെ നീളം 30 സെന്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം? അപ്പോൾ ഇങ്ങനെയുള്ള 2 ചതുരങ്ങളും കട്ട് ചെയ്ത് ഈ മൂന്നാമത്തെ ചതുരത്തിന് ചുറ്റും വെച്ച് നമ്മൾ ഈ ഷഡ്ഭുജം ഉണ്ടാക്കിയെങ്കിൽ ഷഡ്ഭുജത്തിന്റെ വശങ്ങൾ 30 വീതം ആകണമെങ്കിൽ നീളവും വീതിയും എത്രയായിരിക്കണം ചതുരങ്ങളുടെ? നമ്മളിങ്ങനെ ചതുർഭുജങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഓരോ പീസും നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഹെക്സഗൺ നിർമ്മിക്കുന്നു. 2 പീസും ഇവിടെ ചേർത്ത് വെച്ച് നമ്മളൊരു ഹെക്സഗൺ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഹെക്സഗണിന്റെ വശങ്ങൾ 30 ആയിരിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണവും കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ സൈഡിലേക്ക് വെച്ച് നമ്മളൊരു ഹെക്സഗൺ നിർമ്മിച്ചു. ഹെക്സഗണിന്റെ എല്ലാ വശങ്ങളും എത്രയായിരിക്കണം? 30 ആയിരിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം 30 എന്ന് പറയുന്നത് എവിടെ വരും? നമുക്ക് നമ്മുടെ ഈ ചിത്രത്തിൽ ഇവിടെ വരും 30. അപ്പൊ ഇത് 90യുടെ ഓപ്പോസിറ്റ് 90, ഇത് 60, ഇത് 30 ആണ് വരുന്നത്. ഹെക്സഗണിന്റെ കാര്യം ഓർത്തോണം. ഹെക്സഗണിന്റെ ഓൾ ആംഗിൾസ് ആർ 120 ഡിഗ്രിയാണ്. സോ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 60 നമുക്ക് വരുള്ളൂ. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ആ റേഷ്യോ എഴുതുന്ന കാര്യം മറക്കല്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വരുമ്പോൾ 1x, √3x, 2x. അപ്പോൾ 2xന്റെ അവിടെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 2x = 30. Then x is equal to 30/2. That is equal to 15. അപ്പോൾ നമുക്കിവിടെ 30യുടെ ഓപ്പോസിറ്റ് ആണ് x എന്ന് പറയുന്നത്. ഇവിടെ 15 വന്നു, ഇവിടെ 15√3. അപ്പം ഈ ചതുരത്തിന്റെ നീളവും വീതിയും എന്താണ്? 15√3 എന്ന് വരും. അപ്പം ഇത് 15√3, ഇത് 15√3, ഇത് 15. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15√3-യും 15√3-യുടെ ആഡ് ചെയ്താൽ എത്രയാ? 15√3 + 15√3 എന്ന് പറയുന്നത്
30√3 ആണ് കേട്ടോ. ഈ വലിയ ചതുരത്തിൻ്റെ നീളം 30√3, ഈ ചെറുതിൻ്റെത് ഇത് 15√3, ഇതെന്ന് പറയുന്നത് 30 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ.